കോഡ് ആംഗിൾ ആൻഡ് ആർക്ക് എന്ന പോർഷനാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം കോഡ് എന്താണെന്ന് നോക്കാം. കോഡ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഡയാമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയാമീറ്റർ എങ്ങനെയാണ്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനാണ് എന്ത്? ഡയാമീറ്റർ. അപ്പോൾ നമുക്ക് കോഡ് എന്താണെന്ന് നോക്കിയാലോ. കോഡെന്ന് പറയുന്നത് എന്താണ്ട് നോക്കിക്കോ. കോഡെന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ല അത് കടന്നു പോകുന്നത്, അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ലൈൻ ഏത്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ബി ഇതൊരു കോഡാണ്. എ ബി ഒരു കോഡാണ്. ബി ആർ വേറൊരു കോഡാണ്. ഇനി ബി ഒ ഇത് വേറൊരു കോഡാണ്. അതുപോലെ എ എസ് അത് വേറൊരു കോഡാണ്. അതുപോലെ ബി ടി. അപ്പോൾ ഇതെല്ലാം എന്താണ്? കോഡുകളാണ്. ഇതിന് എന്താണ് പ്രത്യേകത? ഇത് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ല കടന്നു പോകുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്നതിനെ ഡയമീറ്റർ എന്നും പറയുന്നു. അതുപോലെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ലൈനുകളെയാണ് നമ്മൾ കോഡെന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചു ഹാഫ് സർക്കിൾ. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഡയമീറ്റർ കടന്നു പോകുമ്പോൾ എന്തായി മാറും? സർക്കിള് ഹാഫ് സർക്കിളായി മാറും. ആ ഹാഫ് സർക്കിളിനകത്ത് നമ്മൾ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? റൈറ്റ് ആംഗിളായിരിക്കും എന്ന് പഠിച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ഡയമീറ്റർ. അങ്ങനെ ഡയമീറ്റർ കടന്നു പോകുമ്പോൾ സർക്കിൾ ഹാഫ് സർക്കിളായി മാറും. ഈ ഹാഫ് സർക്കിളിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ഏതൊരു ആംഗിളും എന്താണ്? റൈറ്റ് ആംഗിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മളിപ്പോൾ കോഡ് വരച്ചു. ഇതാ ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡ് വരച്ചു. കോഡ് വരച്ചിട്ട് നമ്മളൊരു ആംഗിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതാ 3 കോഡ് വരയ്ക്കുമ്പോൾ ഇതാ എ ബി, ബി ആർ, എ ആർ. അപ്പോൾ ഈ 3 കോഡ് ഇത് സെൻറ്ററിലൂടെ അല്ല കടന്നു പോകുന്നത്. ഈ 3 കോഡ് കൂടി വരച്ച് നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഒരു ആംഗിൾ ഇതിനകത്ത് ഫോമായി, അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതൊരിക്കലും ഒരു എന്തല്ല? റൈറ്റ് ആംഗിൾ ആയിരിക്കില്ല. കോഡിലൂടെ നമ്മൾ വരയ്ക്കുന്ന കോഡുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്കിളിനകത്ത് വരയ്ക്കുന്ന ആംഗിൾസ് ഒരിക്കലും എന്തായിരിക്കില്ല? റൈറ്റ് ആംഗിൾ ആയിരിക്കില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. ഡയമീറ്ററിലൂടെ നമ്മൾ ആംഗിൾ വരയ്ക്കുകയാണ്. ഡയമീറ്റർ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. കോഡിൽ വെച്ചിട്ട് നമ്മൾ കോഡുകൾ കണക്ട് ചെയ്യുന്നുണ്ട് ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും റൈറ്റ് ആംഗിൾ ആയിരിക്കില്ല. കോഡുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഈക്വൽ ആംഗിളുകൾ വരയ്ക്കാം. എന്ത് വരയ്ക്കാൻ കഴിയില്ല? റൈറ്റ് ആംഗിൾ വരയ്ക്കാനായിട്ട് കഴിയില്ല. പക്ഷേ നമുക്ക് ഈക്വൽ ആംഗിൾ വരയ്ക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, എ ആർ ബി ആംഗിൾ എ ആർ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി അല്ലേ? ആംഗിൾ എ ആർ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി. അതായത് പറഞ്ഞത് എന്താണ്? നമ്മൾ കോഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ വരയ്ക്കാൻ കഴിയില്ല. പക്ഷേ എന്താണ്? ഈക്വൽ ആംഗിളുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ വേറൊരു പെയർ ഇതാ കിടക്കുന്നു. എ എസ് ബി ആംഗിൾ എ എസ് ബി ഈക്വൽ ടു ആംഗിൾ എ ടി ബി. ആംഗിൾ എ ടി ബി. എ എസ് ബി ഈക്വൽ ടു ആംഗിൾ എ ടി ബി. അപ്പോൾ ആംഗിൾ എ ആർ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി. ആംഗിൾ എ എസ് ബി ഈക്വൽ ടു ആംഗിൾ എ ടി. അപ്പം നമ്മൾ പഠിച്ച ഇതാണ്. എന്താണ്? ഡയാമീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. കോഡ് കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആംഗിളുകൾ എന്താണ്? ഒരിക്കലും റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കില്ല. അതൊരു ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. എന്തല്ല? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കില്ല, ഈക്വൽ ആംഗിൾസ് ആയിരിക്കും.
ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിൽ കുറച്ച് പ്രത്യേകതകളൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഞാൻ കോഡ് AB വരച്ചിട്ടുണ്ട്. ABയെ ഞാൻ സെൻറ്ററുമായി കണക്ട് ചെയ്ത് വരച്ചു. സെൻറ്ററുമായി കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ ആംഗിൾ C ഡിഗ്രി ആയിരിക്കും. ഇനി ആ കോഡിനെ തന്നെ ഞാൻ ആർക്കുമായി കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാണോ ഫോം ആയത് അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ആർക്കുമായി ഈ കോഡ് ടച്ച് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളിൻ്റെ മെഷർ. അതായത് ഇവിടെ C ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആർക്കിൽ തട്ടിച്ചുകൊണ്ട് ആ കോഡിലൂടെ ആംഗിൾ വരയ്ക്കുമ്പോൾ നമുക്കവിടെ ഹാഫ് C ഡിഗ്രി മെഷറാണ് ലഭിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C ഡിഗ്രി മെഷർ എന്ന് പറയുന്ന ഒരു 100 ഡിഗ്രി മെഷർ എന്ന് കരുതിക്കോ. എങ്കിൽ നമുക്ക് അത് ആ കോഡിനെ ആർക്കിൽ തട്ടിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 50 ഡിഗ്രി മെഷറുള്ള ആംഗിളായിരിക്കും. അതുപോലെ ആ കോഡിൻ്റെ താഴേക്ക് ഉള്ള ആർക്കിൽ തട്ടിച്ചുകൊണ്ട് നമ്മൾ ആംഗിൾ ഫോം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ആംഗിളിൻ്റെ മെഷർ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ഹാഫ് C ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി മൈനസ് ഹാഫ് C ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ 100 എക്സാമ്പിൾ എന്താണ് C ഡിഗ്രി എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെങ്കിൽ ഹാഫ് C ഡിഗ്രി എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ 2 അതായത് 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് AQB അതായത് ആ കോഡിൻ്റെ താഴെയുള്ള ആർക്കുമായി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇത് ആംഗിൾ എങ്ങനെയായിരിക്കും? 180 ഡിഗ്രി മൈനസ് ഹാഫ് C ഡിഗ്രി ആയിരിക്കും. അതായത് 180 മൈനസ് ഹാഫ് ഡിഗ്രി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലേ 50 ഡിഗ്രി അതായത് 130 ഡിഗ്രി ആണ് ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത്. അതായത് C ഡിഗ്രി 100 ആണെങ്കിൽ ഇത് 130 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 120 ആണെങ്കിലോ ഇവിടെ എന്ത് വരും? 60 വരും. ഇവിടെ 120 ആകുമ്പോൾ ഇവിടെ 60 വരും. അപ്പോൾ ഇവിടെയോ 180 നിന്ന് 60 മൈനസ് ആവും അല്ലേ? 180 നിന്ന് 60 മൈനസ് ആയാൽ ഇവിടെ എന്ത് വരും? 120 വരും. ഇവിടെ 120 വരും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു.